ബ്ലസി, പൃഥ്വിരാജ്, അമല പോൾ ഒന്നിക്കുന്ന ബെന്യാമിന്റെ ആടുജീവിതം സിനിമയിൽ AR റഹ്മാൻ ഒരുക്കിയ ഗാനങ്ങൾ ട്രെൻഡിങ് ആവുമ്പോൾ അതിൽ കേൾക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടാണ് ഓമലാളെ എന്ന അല്ലെങ്കിൽ ഓമനെ എന്ന ഗാനം. വിജയ് യേശുദാസും ചിന്മയുമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ചിന്മയ് ശ്രീപദ പാടുന്ന നിന്നക്കിനാവ് കാണും കണ്ണിലാകെ എന്ന ഒരു തുടക്കം തന്നെ ഒരു ആറ്റുവഞ്ചി ഉലയുന്ന പോലെ ഒഴുകി ഒഴുകി നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ഫീലാണ് നൽകുന്നത്. ഇമ്പമാർന്ന സംഗീതവും വരികളും കൊണ്ട് കാതിന് കുളിർമ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു മെലഡി. AR റഹ്മാന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് സത്യത്തിൽ ഇടയ്ക്ക് മലയം കുഞ്ഞ് എന്നൊരു സിനിമ ചെയ്തായിരുന്നു. പക്ഷെ അതിലെ പാട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ ആടുജീവിതത്തിലെ ഈ പാട്ട് ആ ഒരു ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ചില അൺഒഫീഷ്യൽ ക്ലിപ്പിംഗ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ കേട്ട് കണ്ടപ്പോൾ തന്നെ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ഇഷ്ടം തോന്നിയ ഒരു പാട്ടാണ്. ഇതിന്റെ ഓഡിയോ അല്ലെങ്കിൽ ലിറിക്കൽ വീഡിയോ എന്തുകൊണ്ടാണ് വരാൻ വൈകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് ഈ പാട്ട് ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തതാണെന്ന് ഗായിക ചിന്മയി ഓർക്കുന്നുണ്ട്. Adujeevitham, the first time we recorded song, I think this was the first song that we recorded for the film. When we recorded that, from there itself, I think my life also has taken a lot of turns in 6 years. This song 2018 beginning, I think around February, March, maybe April, I think we recorded this song. After that, ഒരു 2 വർഷത്തിന് ശേഷം apparently Vijay Yeshudas has gone and recorded just before the lockdown. ഒരു 2 weeks, 3 weeks മുൻപ് they called me and said we are doing languages. I said languages for what? Adujeevitham. I said I was like wow, I mean it's here, finally it's here. Adujeevitham. റഫീഖ് അഹമ്മദ് ആണ് വരികൾ രചിച്ചത്. ഗൾഫിലെ മണലാരണ്യ ജീവിതത്തിലേക്ക് പോകും മുമ്പ് നജീബും സൈനുവും തമ്മിലുള്ള പ്രണയമാണെന്ന് തോന്നുന്നു ഈ ഗാനത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പാട്ടിന്റെ ലിറിക്കൽ വീഡിയോയിൽ അല്പം കാണിച്ചിരിക്കുന്ന സീനുകൾ തന്നെ മനോഹരമാണ്. അപ്പോൾ ഫുൾ വീഡിയോ എങ്ങനെ ഉണ്ടാകുമെന്ന എക്സൈറ്റ്മെന്റ് നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലസി എന്ന സംവിധായകന്റെ 16 വർഷത്തെ പ്രയത്നമാണ് ആടുജീവിതം എന്ന ഈ സിനിമ. ഈ പാട്ടിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ആ ഒരു ജന്നത്തിലുള്ള ഒരു കസ്തൂരി മുല്ല എന്ന് പറഞ്ഞ ആ ഒരു ഒപ്പന ശീലം വരുന്ന ഭാഗത്തെ മലയാളം വരികളുണ്ടല്ലോ, അത് തന്നെയാണ് എല്ലാ ഭാഷകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു കാര്യം. സോ ഈ മലയാളം വരികൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എല്ലാ ഭാഷയിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഈ ഭാഗം പാടിയിരിക്കുന്നത് രക്ഷിത സുരേഷ് എന്ന ഗായികയാണ്. AR റഹ്മാന്റെ ദിൽസയിലെ കുറുവാലിക്കിളിക്ക് ശേഷം മലയാളം വരികൾ വരുന്ന പാട്ട് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനിടയ്ക്ക് തുമ്പിതുള്ളൽ പാട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ വിക്രമിന്റെ പടം. എല്ലാ ഭാഷകളിലും ചിന്മയി തന്നെയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ വേർഷനുകളിൽ വിജയ് യേശുദാസ് തന്നെയാണ് പാടിയിരിക്കുന്നത്. എന്നാൽ ഹിന്ദിയിൽ മാത്രം അർമാൻ മാലിക് ആണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. എന്തായാലും മലയാളം വേർഷനൊപ്പം തന്നെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ വേർഷനുകളും കേൾക്കാനും മനോഹരമായിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടം തോന്നിയ പാട്ട് ഇതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടമായെന്ന് പറയുക. ഒപ്പം ഈ പാട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും പറയുമല്ലോ.